ഗിസയിലെ പിരമിഡുകൾ പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ചാതുര്യത്തെയും അവിടുത്തെ ജനങ്ങളുടെ കഴിവുകളുടെയും സ്മാരകമായിട്ടാണ് നിലകൊള്ളുന്നത്. 4500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ വളരെ ഉയരമുള്ള രൂപങ്ങൾ ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാലും നൂറ്റാണ്ടുകൾ നീണ്ട പഠനങ്ങൾക്കിടയിലും ഈ പുരാതന അത്ഭുത നിർമ്മിതികളെക്കുറിച്ചുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രേറ്റ് പിരമിഡിന്റെ നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിച്ചതായി കരുതപ്പെടുന്ന ഒരു അഹ്റാമത്ത് ബ്രാഞ്ച് അല്ലെങ്കിൽ അഹ്റാമത്ത് കൈവഴി എന്നറിയപ്പെടുന്ന പ്രത്യേക തരം നൈൽ നദിയുടെ മുൻപ് അറിയപ്പെടാതിരുന്ന ഒരു ശാഖ അടുത്തിടെ കണ്ടെത്തിയതാണ് അത്തരത്തിലുള്ള ഒരു പുതിയ വെളിപ്പെടുത്തൽ. ഈ കണ്ടെത്തൽ പുരാതന ഈജിപ്ഷ്യൻകാരുടെ ലോജിസ്റ്റിക്കൽ വൈവിധ്യത്തിലേക്ക് വെളിച്ചം വീശുക മാത്രമല്ല, ഈ വലിയ അത്ഭുത നിർമ്മിതികൾ എങ്ങനെ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തന്നെ അടിസ്ഥാനപരമായി ചിലപ്പോൾ മാറ്റുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. മുമ്പ് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും 80,000 കിലോഗ്രാം ഭാരമുള്ള അല്ലെങ്കിൽ 80 ടൺ ഭാരമുള്ള കൂറ്റൻ കല്ലുകൾ എങ്ങനെ ക്വാറികളിൽ നിന്നും പിരമിഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പലതരത്തിലുള്ള പല സിദ്ധാന്തങ്ങളുമാണ് ഓരോ തവണ മുന്നോട്ട് വന്നിരുന്നത്. നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നനഞ്ഞ മണലിൽ കൂടിയുള്ള സ്ലെഡ്ജുകളുടെ ഉപയോഗത്തിലൂടെയും സങ്കീർണമായ റാമ്പുകൾ നിർമ്മിച്ചുകൊണ്ടും മനുഷ്യൻ തൻ്റെ അധ്വാനത്തിലൂടെയും ഒക്കെ തന്നെയാണ് പാറക്കഷ്ണങ്ങളെ അവിടെ എത്തിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ചില കോൺസ്പിറസി തിയറികൾ മുന്നോട്ട് വയ്ക്കുന്നവർ പറയുന്നത് ഏലിയൻസിൻ്റെ സഹായത്തോടു കൂടി ഈജിപ്ഷ്യൻകാർ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ അതിശയോക്തികൾക്കൊക്കെ അപ്പുറം പിരമിഡുകൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കാം എന്നുള്ള ചോദ്യത്തിനുള്ള പുതിയൊരു മാനമാണ് അല്ലെങ്കിൽ പുതിയൊരു അനുമാനമാണ്. നൈൽ നദിയിലൂടെ ഈ ബ്ലോക്കുകളെ ഗതാഗതത്തിന് മുൻപ് വിചാരിച്ചിരുന്നതിനേക്കാൾ കാര്യക്ഷമമായിട്ട് അതിനൊരു അവിഭാജ്യ ഘടകമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. അതാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. BC 600-നടുത്ത് ഉണങ്ങിപ്പോയ നൈലിൻ്റെ പോഷക നദി കിസ പീഠഭൂമിക്ക് സമീപത്തുകൂടി ഒഴുകുമായിരുന്നു. ഇത് കൂറ്റൻ കല്ലുകൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു സ്വാഭാവിക ജലപാതയാണ് അന്നത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് നൽകിയിരുന്നത്. ഈ നദിയുടെ സാമീപ്യം വസ്തുക്കൾ ചലിക്കുന്നത് വളരെ സുഗമമാക്കി മാറ്റുകയും കല്ലുകൾ കരയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ അധ്വാനവും അതിനുവേണ്ട സമയവും കുറയ്ക്കുകയും ചെയ്തു. ക്വാറികളിൽ നിന്നും നിർമ്മാണ സ്ഥലത്തേക്ക് ചുണ്ണാമ്പ് കല്ലുകളും ഗ്രാനൈറ്റുകളുടെ ബ്ലോക്കുകളും എത്തിക്കുന്നതിന് വേണ്ടി ഇതിലൂടെ ഒഴുക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു സംവിധാനമായിരിക്കാം അവർ ഉപയോഗിച്ചിരുന്നത്. പുരാതന ഈജിപ്തുകാർക്ക് അവരുടെ ശ്രദ്ധേയമായ ചാതുര്യവും കഴിവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രക്രിയയിൽ ഗണ്യമായിട്ടുള്ള മനുഷ്യാധ്വാനം ഇങ്ങനെ കുറച്ചിരിക്കാനാണ് സാധ്യത. കൂടാതെ പുരാതന ഈജിപ്തുകാർക്കുണ്ടായിരുന്ന ജലശാസ്ത്രത്തെക്കുറിച്ചുള്ള അഗാധമായ ബോധവും അവരുടെ എഞ്ചിനീയറിംഗ് സാമർഥ്യവും അതിനെക്കുറിച്ചുള്ള വിപുലമായ ധാരണയും ഒക്കെ എടുത്തു കാണിക്കുന്നതാണ് ഈ ഒരു നിർമ്മാണ രീതി. നിർമ്മാണ ആവശ്യങ്ങൾക്കായി പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുകയും അതിലൂടെ ആധുനിക ഗവേഷകർക്ക് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഖുഫു ബ്രാഞ്ചിലൂടെയുള്ള ലോജിസ്റ്റിക് നേട്ടമായിട്ട് കാണാൻ കഴിയുന്നത്. മാത്രമല്ല പുരാതന ഈജിപ്തുകാരുടെ ദൈനംദിന ജീവിതത്തിലും സ്മാരകം എന്നുള്ള രീതിയിലുള്ള ഒരു നേട്ടമായിട്ടും നൈലിനെ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്താം. പോഷക നദിയുടെ തിരച്ചിലിനിടയിൽ നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഗവേഷകർ ഈ അടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അനുമാനത്തെക്കുറിച്ചുള്ള പഠനം പുറത്തുവിട്ടിരിക്കുന്നത്. സൂക്ഷ്മമായ വിശകലനം ചെയ്യുന്നതിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയ ഒരു കാര്യം, പുരാതന ജലപാതയുടെ പാതയും അതിൻ്റെ സമയക്രമവും ഒക്കെ തന്നെ കണ്ടുപിടിക്കുന്നതിന് അവർ വിവിധ തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആധുനിക പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി സ്വഭാവത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് നൈൽ നദിയുടെ പോഷക നദിയായിട്ടുള്ള ഖുഫുവിൻ്റെ സാന്നിധ്യം അവർ കണ്ടെത്തിയത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് അവരെന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക രീതികൾ ഒന്നെന്ന് പറയുന്നത് അവശിഷ്ടങ്ങളെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഗിസ പീഠഭൂമിക്ക് സമീപമുള്ള മരുഭൂമിയിലെ മണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ പല പാളികളെ കുഴിച്ചു നോക്കി ഗവേഷകർ മുൻകാല ജലപാതയുടെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചു. മാത്രമല്ല നദീതടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കളിമണ്ണിൻ്റെയും ചെളി നിക്ഷേപങ്ങളുടെയും സാന്നിധ്യം ഈ അടയാളങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ജൈവ സാന്നിധ്യത്തിൻ്റെ വിശകലനം കൂടുതൽ തെളിവുകൾ അവർക്ക് നൽകി. കാരണം അവശിഷ്ട പാളികളിൽ കാണപ്പെടുന്ന ജൈവ സാന്നിധ്യങ്ങൾ അവിടെയുണ്ടായിരുന്ന ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒന്നാണല്ലോ. ഖുഫു എന്ന് പറയുന്ന പോഷക നദിയുടെ ടൈം ലൈൻ കണ്ടുപിടിക്കുന്നതിൽ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വലിയ പങ്കുണ്ട്. അവശിഷ്ട പാളികൾക്കുള്ളിൽ കണ്ടെത്തിയ ജൈവ വസ്തുക്കളുടെ കാർബൺ ഡേറ്റിംഗ് മുഖേന ജൈവപാത എത്ര കാലം സജീവമായിരുന്നു എന്നുള്ള ഏകദേശ കണ്ടെത്തൽ നടത്താൻ ഗവേഷകർക്ക് സാധിച്ചു. അതുമാത്രമല്ല ഖുഫു എന്ന് പറയുന്ന പോഷക നദിയുടെ സാന്നിധ്യത്തെ പിരമിഡുകളുടെ നിർമ്മാണ ടൈം ലൈനുമായി ബന്ധപ്പെടുത്താനും ഇത് സഹായിച്ചു.
നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ഈ ജലപാത ഉപയോഗിച്ചിരുന്നു എന്നുള്ള അനുമാനം ഇങ്ങനെയാണ് ശക്തിപ്പെട്ടത്. മാത്രമല്ല, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാറുകളും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗും ഉൾപ്പെടെയുള്ള അത്യാധുനികമായിട്ടുള്ള ജിയോ ഫിസിക്കൽ സർവേ സംവിധാനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഭൂഗർഭ സവിശേഷതകൾ മാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ പുരാതന ഭൂപ്രകൃതിയുടെ വിശദമായ പുനർനിർമ്മാണം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന മണ്ണിലാണ്ടുപോയ ഘടനകളും മുമ്പ് നദി ഒഴുകിയിരുന്ന ചാനലും ആ ഒഴുകിപ്പോയിരുന്ന പാതയും ഒക്കെ തന്നെ കണ്ടുപിടിക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യ ഗവേഷകരെ സഹായിച്ചു. പുരാതനമായിട്ടുള്ള പാപ്രസ് എന്ന് പറയുന്ന ചെടിയിൽ എഴുതിയിരുന്ന ചില ശകലങ്ങളുണ്ട്. അപ്പോൾ ഈ പാപ്രസ് ശകലങ്ങളിൽ വളരെയധികം വിശകലനം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് കുഫു എന്ന് പറയുന്ന പോഷക നദിയുടെ കണ്ടെത്തലിന് അതാണ് ആദ്യമായിട്ടൊരു ഉത്തേജനം നൽകിയത്. അതായത് പിരമിഡ് നിർമ്മാണത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന അമൂല്യമായ ഉൾക്കാഴ്ചകൾ പാപ്രസിൻ്റെ ചില എഴുത്തുകളിൽ നിന്നും ഡീകോഡ് ചെയ്യാൻ ഗവേഷകർക്ക് സാധിച്ചു. ഗ്രേറ്റ് പിരമിഡിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ ആ ഒരു പിരമിഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ചുണ്ണാമ്പ് കല്ലിൻ്റെ സാന്നിധ്യവും ജലഗതാഗതവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്നു. ചരിത്രരേഖകളും ഗവേഷകർ കണ്ടെത്തിയ ഭൗതിക തെളിവുകളും തമ്മിൽ നിർണായകമായ ബന്ധമാണ് ഈ ഒരു പാപ്രസിൻ്റെ എഴുത്തുകൾ നമുക്ക് തരുന്നത്. ഗ്രേറ്റ് പിരമിഡിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ അതിലേർപ്പെട്ടിരുന്ന ഒരു മേൽനോട്ടക്കാരൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന ഒരു പുരാതന രേഖയുണ്ട്. ഡയറി ഓഫ് മിറർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട എഴുത്ത് പാപ്രസ് ചെടികളിലാണ് ഉണ്ടായിരുന്നത്. ക്വാറികളിൽ നിന്നും ഗിസയിലേക്കുള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുവരുന്നതിനുൾപ്പെടെയുള്ള തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവർ ഏർപ്പെട്ടിരുന്ന ദൈനംദിന പ്രവർത്തനങ്ങളും ലോജിസ്റ്റിക്കലായിട്ടുള്ള ചലഞ്ചുകളും ഡയറിയിൽ വിശദമായിട്ട് എഴുതിയിരുന്നു. ഈ വിവരമനുസരിച്ച് ബ്ലോക്കുകൾ നൈൽ നദിയിലൂടെ കയറ്റി അയച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ നിർമ്മാണ സ്ഥലത്തിന് സമീപം സഞ്ചാരയോഗ്യമായ ഒരു ജലപാത ഉണ്ട് എന്ന് ഇന്നുവരെ നമുക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ഇപ്പോഴുള്ള നൈൽ നദിയും ഗിസ പിരമിഡ് ഉൾപ്പെടെയുള്ള 10-ലധികം പിരമിഡുകൾ കാണപ്പെടുന്ന സ്ഥലവും തമ്മിൽ കിലോമീറ്റർ കണക്കിന് ദൂരമുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്നത് നൈൽ നദി ഏതാണ് എന്നുള്ള ചോദ്യമാണ് ഇത്രയും നാൾ ഗവേഷകർ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഉത്തരം നൈൽ നദി എന്ന് പറഞ്ഞത് ഈ കുഫു പോഷക നദി തന്നെ ആയിരിക്കാം. പാപ്പറസ് ചെടിയിൽ കാണപ്പെടുന്ന ഇത്തരം വിവരങ്ങളും കുഫു എന്ന് പറയുന്ന പോഷക നദിയുടെ ഭൗതികമായിട്ടുള്ള തെളിവുകളും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് പിരമിഡ് നിർമ്മാണത്തിൽ ഈ ജലപാത ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള ശക്തമായൊരു തെളിവ് ഗവേഷകർക്ക് നൽകുന്നത്. ഇത്തരം ശാസ്ത്രീയമായ പഠനങ്ങൾ കോർത്തിണക്കുന്നത് നല്ലതാണ് എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഇത്തരത്തിലുള്ള പുരാതനമായ ഗ്രന്ഥങ്ങളും ശാസ്ത്രീയമായ സാഹചര്യങ്ങളും കോർത്തിണക്കുക എന്ന് പറയുന്ന ഈ ഒരു രീതി. ലോജിസ്റ്റിക്കലായിട്ടുള്ള തെളിവുകൾക്കപ്പുറം ഈജിപ്തുകാരുടെ സംഘടനാപരമായിട്ടുള്ള കഴിവുകളും പാപ്പറയിൽ നമുക്ക് കാണാൻ കഴിയും. ലേബർ അലോക്കേഷൻ, റിസോഴ്സ് മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് എന്നിവയുടെ വിശദമായിട്ടുള്ള രേഖകൾ വരെ നമുക്ക് സംഘടിതവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈജിപ്ഷ്യൻകാരുടെ തെളിവുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് പുരാതന ഈജിപ്ഷ്യൻകാരുടെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഗിസ പീഠഭൂമി ദൃശ്യമാകുന്നത് പോലെ നമ്മൾ ഇന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതായത് പിരമിഡുകളുടെ ഉയർന്ന സീലൗട്ടുകൾ ക്രമേണ ചക്രവാളത്തിലേക്ക് ഉയർന്നു വരുന്നു. തിരക്കേറിയ ഒരു നിർമ്മാണ സ്ഥലം സങ്കല്പിക്കുന്നു. എന്നിട്ട് ഖുഫുവിൻ്റെ പോഷക നദിയുടെ സമീപത്തായി ഒഴുകുന്നതിൻ്റെ അരികിലൂടെ ആളുകൾ പാറക്കല്ലുകൾ കരയിലേക്ക് കയറ്റാനായി ശ്രമിക്കുന്നു. സൂര്യപ്രകാശം നദിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദൂരെയുള്ള ക്വാറികളിൽ നിന്നും കൂറ്റൻ കല്ലുകൾ കൊണ്ടുപോകുന്നതിന് ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ധമനിയായിട്ട് ഈ നദി പ്രവർത്തിക്കുന്നു. ശേഷം ചുണ്ണാമ്പ് കല്ലുകളും കരികല്ലുകളും നിറച്ച പരന്ന അടിത്തട്ടിലുള്ള ബോട്ടുകൾ വിദഗ്ധരായ നാവിഗേഷൻ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നദിയിലൂടെ ഒഴുകി വരുന്നു. തൊഴിലാളികൾ തീരത്ത് നിന്ന് കല്ലുകൾ ഇറക്കുന്നു. അവിടെ റാമ്പുകളുടെയും സ്ലെഡ്ജുകളുടെയും സഹായത്തോടു കൂടി അവസാനത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് കല്ലുകൾ കൊണ്ടുപോകാനായി തൊഴിലാളികൾ കാത്തിരിക്കുന്നു. കരകൗശല വിദഗ്ധർ കല്ലുകൾ വളരെ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ട് അവയെ യോജിപ്പിച്ചുകൊണ്ട് ഭീമാകാരനായിട്ടുള്ള ഘടനകൾ രൂപപ്പെടുത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് ഇമേജിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ചരിത്രപരമായ കണക്കനുസരിച്ചുകൊണ്ട് BC 600-കളിലാണ് ഈ പറയുന്ന ഖുഫു എന്ന് പറയുന്ന പോഷക നദി വറ്റി വരണ്ടു പോയതായി ഗവേഷകർ കണക്കാക്കുന്നത്. ഒന്നുകിൽ വറ്റി വരണ്ടു പോവുകയോ അല്ലെങ്കിൽ അതിന് മുകളിലൂടെ മണ്ണ് വീണ് ആ നദി അപ്രത്യക്ഷമാവുകയോ ചെയ്തിരിക്കാം എന്ന് ഗവേഷകർ പറയുന്നു. ഖുഫു ശാഖയുടെ സാന്നിധ്യം ഗിസ പീഠഭൂമിയുടെ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്നതായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം വരെ കാര്യക്ഷമമായിട്ടുള്ള നിർമ്മാണ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ നദി സഹായിച്ചിരുന്നിരിക്കണം. കാരണം ഈ പ്രകൃതിദത്തമായ ജലപാത വസ്തുക്കളുടെ ഗതാഗതം സുഗമമാക്കുക മാത്രമല്ല, അതിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ ജീവൻ നിലനിർത്തുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ ചെയ്തിരുന്നു. ഈ ഒരു പോഷക നദിയിലെ ജീവദായകമായിട്ടുള്ള ജലം കൃഷിയെ ഫലവത്തുള്ളതാക്കുകയും ആളുകൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഭക്ഷണ വിതരണം ഉറപ്പുവരുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും മൊത്തത്തിലുള്ള ക്ഷേമത്തിലൂടെ
ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാനും സഹായിച്ചിരുന്നിരിക്കണം. പുരാതന ഈജിപ്ഷ്യൻ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ ഭാവി ഗവേഷണത്തിന് ആഴത്തിലുള്ള ചില പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. മറ്റു സ്മാരക ഘടനകളുടെ നിർമ്മാണത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള ജലപാതകളുടെ പങ്ക് പര്യവേഷണം ചെയ്യുന്നതിനുള്ള പുതിയ വഴികളാണ് ഇത് തുറക്കുന്നത്. മാത്രമല്ല, ക്ഷേത്രങ്ങൾ, ശവകുടീരങ്ങൾ, മറ്റ് കെട്ടിടങ്ങൾ എന്നീ ചരിത്രപരമായിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് സഹായിച്ച സമാനമായ നഷ്ടപ്പെട്ട നദികൾ വെളിപ്പെടുത്താനും ഇത് സാധ്യതയുണ്ട്. അങ്ങനെ ഈ കണ്ടെത്തൽ പുരാവസ്തു ഗവേഷണ ശാസ്ത്രത്തിലെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഗവേഷണത്തിൻ്റെ പ്രാധാന്യമാണ് ഊന്നി പറയുന്നത്. അതുമാത്രമല്ല, ജിയോളജിക്കൽ അനാലിസിസ്, സെഡിമെൻറ്റോളജി, റേഡിയോ കാർബൺ ഡേറ്റിംഗ്, ഗ്രന്ഥങ്ങളുടെ പഠനം എന്നിവ സംയോജിപ്പിക്കുന്നതിലൂടെ ഗവേഷകർക്ക് പുരാതനമായിട്ടുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പൊരുത്തക്കേടുകളെക്കുറിച്ചും കൂടുതൽ സമഗ്രമായ ധാരണ വികസിപ്പിച്ചെടുക്കാൻ ഇത്തരം ഗവേഷണങ്ങൾ സഹായിക്കും. മാത്രമല്ല, തുടർച്ചയായ സംരക്ഷണ ശ്രമങ്ങളുടെ ആവശ്യകത കൂടി ഇത് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആധുനികമായിട്ടുള്ള വികാസവും കാലാവസ്ഥാ വ്യതിയാനവും നൈൽ നദിയുടെയും ഡെൽറ്റകളുടെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വികസനവും അല്ലെങ്കിൽ നഗരവൽക്കരണവും ഒക്കെ തന്നെ വളരെ അധികം രീതിയിൽ തുടരുന്നതിനാൽ ഈ പുരാതന ഭൂപ്രകൃതികളെ സംരക്ഷിക്കുകയും അതിനെ പഠിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രത്യേക രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതായിട്ട് ആവശ്യമായി വരും. മറ്റ് ചരിത്രപരമായിട്ടുള്ള ജലപാതകളുടെയും അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നത് ഭാവിയിലെ തലമുറകൾക്ക് പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ചാതുര്യത്തിൽ നിന്ന് പഠിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു പുതിയ പഠനത്തിലൂടെ എങ്ങനെയാണ് പിരമിഡുകൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഗവേഷകർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.